ഹലോ ഗായ്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്ട്രക്ചറിന് 3 ഡയമെൻഷനിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു പ്രാക്ടിക്കൽ സെഷൻ തന്നെ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ സ്ട്രക്ചർ ഒന്ന് നോക്കി വെക്കുക. ഇതിൻ്റെ അകത്ത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 സർക്കിൾ ഉണ്ട്. ഈ ഒന്നാമത്തെ സർക്കിൾ ഒരു 50 റേഡിയസിലാണ്. ഈ പോയിന്റ് നിന്ന് ഈ പോയിന്റ് വരെ 60 എന്ന് പറയുന്ന ഡയമെൻഷൻ വരുന്നുണ്ട്. ഇത് 20 ആണ് ഡയമെൻഷൻ വരുന്നത്. ഇതിൻ്റെ തിക്നെസ് 4. അപ്പോൾ നമ്മൾ ഈ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. നിങ്ങൾ വേണ്ടിയിട്ട് ഒന്ന് പോസ് ചെയ്ത് വെയിറ്റ് ചെയ്യുകയോ, അല്ലെങ്കിൽ അത് വരയ്ക്കുന്ന സമയത്ത് ഇത് സെപ്പറേറ്റ് പോസ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ പിക്ചർ റെഫറൻസിനായിട്ട് എടുത്താലും മതി. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് അതൊന്ന് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. അതിന് ആദ്യം SolidWorks എടുത്ത് ഞാൻ ഫ്രണ്ട് പ്ലെയിൻ എടുക്കുന്നത്. ഫ്രണ്ട് പ്ലെയിൻ എടുത്തു. ഇനി ഗ്രിഡ് ആൻഡ് സ്നാപ്പ് സെറ്റിങ്സ് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സിൽ പോയി ലോക്ക് ആൻഡ് പ്രോപ്പർട്ടി എടുത്തു, ഗ്രിഡ് ആൻഡ് സ്നാപ്പ് എടുത്തു, ഡിസ്പ്ലേ കൊടുത്തു, എന്നിട്ട് മൈനർ വരുന്നത് 10. ഇതൊക്കെ എന്തിനാണ് കൊടുക്കുന്നതെന്ന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോസ് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക. ഇനി ഗോ ടു സിസ്റ്റം സെറ്റിങ്സ് കൊടുത്തു. ഗ്രിഡ് എനേബിൾഡ് ആണോ നോക്കി ഓക്കെ കൊടുക്കുക. ഗ്രിഡ് എനേബിൾഡ് ആയിരുന്നു, അതുകൊണ്ട് ഓക്കെ കൊടുത്തു. ഇനി നമ്മൾ ഫസ്റ്റ് എന്ത് വരയ്ക്കുമ്പോഴും നമ്മൾ ഫസ്റ്റ് സെൻട്രൽ ലൈൻ സെറ്റ് ചെയ്യണം. അതായത് കൺസ്ട്രക്ഷൻ ലൈൻ വെച്ചിട്ട് സെൻട്രൽ ലൈൻ സെറ്റ് ചെയ്യുക. ഞാനൊരു സെൻട്രൽ ലൈൻ സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, 50 റേഡിയസിൽ ഒരു സർക്കിളാണുള്ളത്. ഞാൻ എന്ത് ചെയ്തു, 50 റേഡിയസിൽ ഒരു സർക്കിൾ വരച്ചു. ഓക്കെ, ഇനിയിപ്പോൾ ഈ അടിഭാഗം ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ഈ ഭാഗം ട്രിം ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഇനി നമുക്കറിയാവുന്ന കാര്യം, ഇവിടുന്ന് 60 mm മാറിയിട്ടാണ് ഇതിരിക്കുന്നത്. അതായത് ഇവിടുന്ന് 60 mm മാറിയിട്ടാണ് ഇതിൻ്റെ എൻഡ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് 60 mm, അതായത് ഇപ്പം ഈ ഓരോ പോയിന്റും 10 mm വെച്ചിട്ടാണ്. അപ്പോൾ 10, 20, 30, 40, 50, 60. ഇവിടുന്ന് ഞാൻ മുകളിലോട്ടൊരു ലൈൻ വരച്ചു, അകത്തോട്ട് വരും. അപ്പോൾ എന്തായി, നമുക്ക് വേണ്ട ഈ പോയിന്റാണ്. അതായത് ഇവിടുന്ന് 10, നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് മൊത്തം 20 mm ആണ് വരുന്നത്. ഇവിടുന്ന് 60 മാറിയിട്ട് ഇവിടുന്ന് മൊത്തം 20. അപ്പോൾ ഇവിടുന്ന് ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് 10. അതുകൊണ്ടാണ് ഞാൻ 10 mm എടുത്തത്. ഇനി നമുക്ക് ഇതൊന്നും ആവശ്യമില്ല, നമുക്ക് ഈ ഒരു പോയിന്റാണ് ആവശ്യമുള്ളത്. ഈ ഒരു പോയിന്റ് കിട്ടി. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ ട്രിം ചെയ്ത് ഒഴിവാക്കി. അതിനുശേഷം ഇതേ സെയിം ഡയഗ്രമാണ് നമുക്ക് താഴെ കാണാൻ പറ്റുന്നത്. അതായത് നമ്മളിപ്പോൾ ഇതാണ് വരച്ചത്, ഇവിടുന്ന് മുതൽ ഇവിടെ വരെ നമുക്ക് ഇതേ ഡയഗ്രാം തന്നെയാണ് താഴോട്ടും വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ പോവാം, നമ്മൾ വീണ്ടും സർക്കിളൊന്നും വരച്ചിട്ട് ഇത് വരക്കാൻ നിൽക്കുന്നില്ല. പകരം നമ്മൾ ഓഫ്സെറ്റ് ടൂൾ എടുത്തിട്ട് ഇത് ഓഫ്സെറ്റ് ചെയ്യാൻ പോകുന്നു. നമ്മൾ എന്ത് ചെയ്യും, ഓഫ്സെറ്റ് ടൂൾ എടുക്കും. നമുക്ക് വേണ്ട ഓഫ്സെറ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തു. ഈ തിക്നെസ് എന്ന് പറയുന്നത് 4 mm ആണ്. നിങ്ങൾക്ക് ഡയഗ്രാം നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ഈ ക്യാപ്പ് ആൻഡ് സോൺ ആണെങ്കിൽ ഓഫ് ചെയ്തിടുക, 4 ആക്കി. പിന്നെ ഇതിപ്പോൾ എന്ന് വെച്ചാൽ പുറത്തോട്ടാണ് ഓഫ്സെറ്റ് ആയിരിക്കുന്നത്, പക്ഷെ നമുക്ക് വേണ്ട അകത്തോട്ടാണ്. അകത്തോട്ടാക്കാൻ വേണ്ടി നമ്മൾ റിവേഴ്സ് സെലക്ട് ചെയ്യും, എന്നിട്ട് ഓക്കെ കൊടുക്കും. ഇതാണ് സംഭവം. എന്നിട്ട് നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡ് സെറ്റാക്കും, ക്ലോസ് ചെയ്തിടും. ഇതാണ് നമ്മളെ പകുതി ഭാഗം. ഇനി നമുക്ക് അടുത്ത പകുതി ഭാഗം കൂടി വേണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇത് മൊത്തം നമ്മൾ മിറർ ചെയ്യാൻ പോകും. അതിനുവേണ്ടി നമ്മൾ മിറർ എൻറ്റിറ്റി എടുത്തു. നമ്മൾ എന്തൊക്കെയാണോ മിറർ ചെയ്യാൻ പോണത് അത് നമ്മൾ സെലക്ട് ചെയ്തു. ഈ 3 പാർട്ട്, ഈ 2 പാർട്ട്, നമ്മൾ ഈ പാർട്ടൊക്കെ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ മിറർ ചെയ്യാൻ പോണ റെഫറൻസ് ലൈനായിട്ട് ഞാൻ ഇത് കൊടുത്തു. മിററായി വന്നു. ഓക്കെ എടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മളെ 2D ഡിസൈന്. നമ്മൾ ഇനി ഇത് എക്സ്ട്രൂഡ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഫിനിഷ് സ്കെച്ച് കൊടുക്കുക, എന്നിട്ട് എക്സ്ട്രൂഡ് ബോസ് കൊടുക്കുക. ഇതിന് നമ്മൾ ജസ്റ്റ് നമുക്ക് എത്രയാണോ തിക്നെസ് ഉണ്ട് ആ ഒരു തിക്നെസ് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇതാണ് നമ്മളെ ഡിസൈൻ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് വരുവാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും എല്ലാ കമൻസിനും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പറ്റാവുന്നത്ര എല്ലാ കമൻസിനും റിപ്ലൈ ചെയ്യും. അതേപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഡൗട്ട്സും കൂടി എടുത്തിട്ട് ഞാൻ ഒരു
ഫൈനലായിട്ട് ഒരു വീഡിയോ ചെയ്തു തരും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ്.